ഹായ് സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ സ്മിത ടീച്ചർ. ഞാനിന്ന് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദിയിലെ ഇക്കായി 2-ലെ പിതാ കാ പ്രായച്ചിത്ത് എന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ പാർട്ട് 1-ൽ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, ശരി, നമുക്കിന്ന് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠ് കാ നാം പിതാ കാ പ്രായച്ചിത്ത്. ആദ്യം ഞാൻ ആ പാഠഭാഗം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഞാനത് വിശദീകരിച്ച് തരാം. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं छठ से सिनेमा घर में घुस गया. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. पिताजी बेसब्री से मेरा इंतज़ार कर रहे थे. अत्रയും നമുക്കൊന്ന് നോക്കാം. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു, അച്ഛൻ അവനെയും കൊണ്ട് ടൗണിലേക്ക് പോയിരുന്നു. അച്ഛനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമായിരുന്നു. അപ്പോൾ മീറ്റിംഗ് തീരുന്നത് വരെ അവൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും സാധിച്ച് തിരിച്ചു വരാനായിട്ട് വന്ന് അച്ഛനെയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അത് പ്രകാരം മേനെ പിതാജിക്കോ മീറ്റിംഗ് കി ജഗഹ് പർ ചോടാത്തോ, ഞാൻ അച്ഛനെ മീറ്റിംഗ് സ്ഥലത്ത് വിട്ടതിന് ശേഷം ചോടാത്തോ ഉന്നോനെ മുझे 5 ബജെ വഹീം ആ ജാനേ കാ കഹാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 5 ബജെ വഹീം ആ ജാനേക്കോ, 5 മണിയാകുമ്പോൾ തിരിച്ചവിടെ വരണമെന്ന് അച്ഛൻ അവനോട് ആവശ്യപ്പെട്ടു. ബതായെ ഗയെ കാമോं को फटाफट निपटाने के बाद मैं झट से सिनेमा घर में घुस गया. ബതായെ ഗയെ കാമോं को, പറഞ്ഞു തന്നിരുന്ന ജോലികളെല്ലാം ഫടാഫട്ട് പെട്ടെന്ന് തന്നെ, നിപടാനെ കെ ബാദ് വേഗത്തിൽ ചെയ്തു തീർത്തതിന് ശേഷം मैं झट से सिनेमा घर में घुस गया. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? സിനിമാ തിയേറ്ററിൽ പ്രവേശിച്ചു. घुस गया. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെന്നിൻ്റെ एक दिलचस्प ഫിലിം, ഒരു രസകരമായ ഒരു സിനിമ, देखते देखते അത് കണ്ടുകൊണ്ട് ഇരുന്നത് കൊണ്ട് മുझे समय का बिल्कुल ध्यान नहीं रहा, എനിക്ക് സമയത്തെക്കുറിച്ച് ഒട്ടും ബോധമില്ലായിരുന്നു, അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോൾ ജോൺ ബെന്നിൻ്റെ സിനിമയായിരുന്നു ആ തിയേറ്ററിൽ നടന്നിരുന്നത്. അത് നല്ല രസകരമായ സിനിമയായിരുന്നു. അത് കണ്ടിരുന്നത് കൊണ്ട് സമയം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. പിന്നീട് എനിക്ക് സമയത്തെക്കുറിച്ച് ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ ശ്യാം കെ 5:30 ബജ് ചുകേ थे, വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണി കഴിഞ്ഞിരുന്നു. 5:30 മണി കഴിഞ്ഞിരുന്നു. മേ ചട്പട്ട് ഗാരേജ് പഹുഞ്ച, ഞാൻ പെട്ടെന്ന് തന്നെ ഗാരേജിൽ എത്തിച്ചേർന്നു. വഹാൻ സെ കാർ ലേക്കർ ജബ് മേ പിതാജി കെ പാസ് പഹുഞ്ച തബ് തക് ശാം കെ 6 ബജ് ചുകേ थे. വഹാൻ സെ കാർ ലേക്കർ, അവിടെ നിന്ന് കാറും എടുത്തുകൊണ്ട് മേ പിതാജി കെ പാസ് പഹുഞ്ച, ജബ് മേ പിതാജി കെ പാസ് പഹുഞ്ച, എപ്പോഴാണോ ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിയത്, തബ് തക്ക്, അപ്പോൾ ശാം കെ 6 ബജ് ചുകേ थे, അപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിരുന്നു. പിതാജി ബേസബ്രി സെ മേരാ ഇന്തസാർ കർ രഹേ थे, അച്ഛൻ അക്ഷമയോടെ, ബേസബ്രി എന്ന് വെച്ചാൽ അക്ഷമയോടെ, മേരാ ഇന്തസാർ കർ രഹേ थे, എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. उन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हुए? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहाँ देर हो गई. പത്രം എന്താന്ന് നോക്കുക. ഉന്നോനെ ഉത്സുകതാപൂർവക് പൂച്ച, അദ്ദേഹം എന്നോട് ഉത്സുകതയോടുകൂടി ചോദിച്ചു, തും ലേറ്റ് ക്യോ ഹുയേ, നീ എന്താ താമസിച്ചത്? ഉന്നെ യഹ് ബതാത്തെ ഹുയേ മുझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था.
ഉന്നെ യഹ് ബതാത്തെ ഹുയെ മുझे बहुत ശർമായി. അദ്ദേഹം ഇതെന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെയധികം ലജ്ജ തോന്നി. ശർമ്മ ആയി, എനിക്ക് വളരെ ലജ്ജ തോന്നി. എന്താ കാരണം? മേ ജോൺ ബെൻ കി ഏക്ക് പശ്ചിമി ഫിലിം ദേഖ് രഹാ ഥാ. ഞാൻ ജോൺ ബെന്നിന്റെ ഒരു വെസ്റ്റേൺ ഫിലിം, അതാണ് പശ്ചിമി ഫിലിം എന്ന് പറഞ്ഞാൽ, ഒരു വെസ്റ്റേൺ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ എനിക്ക് വളരെയധികം ലജ്ജ തോന്നി. ഇസ്ലിയെ മേനെ കഹ് ദിയ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കി എന്തെന്നാൽ കാർ തയ്യാർ നഹീ ഥി ഇസ്ലിയെ മുझे വഹാ ദേർ ഹോ ഗയി. എന്തായിരുന്നു? കാർ തയ്യാറായിട്ട് റെഡി ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോരാൻ താമസിച്ചത് എന്ന് പറഞ്ഞു. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत के वाकिफ थे. वे मेरे झूठ को जान चुके थे, पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. यह कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज्यादातर रास्ता कच्चा था. सड़क सुनसान थी और वहां कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. ഇപ്പൊ നോക്കുക, മുझे इस बात का कोई अंदाजा नहीं था. എനിക്ക് ഈ ഒരു കാര്യം ഒട്ടുമേ ഊഹിക്കാൻ കഴിഞ്ഞില്ല. കോയി അന്താസ നഹി ഥ, എനിക്ക് ഒരു തരത്തിലും അത് ഊഹിക്കാൻ കഴിഞ്ഞില്ല. എന്താണ്? പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുകേ ഥേ അസലിയത്ത് സെ ബാക്കിഫ് ഥേ. അപ്പോൾ അച്ഛൻ മുന്നേ തന്നെ ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നുവെന്നും അസലിയത്ത് സെ ബാക്കിഫ് ദേ, യാഥാർത്ഥ്യം എന്ത് എന്ന് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് എന്താണ് യഥാർത്ഥ കാര്യമെന്ന് അദ്ദേഹം മുന്നേ തന്നെ അറിഞ്ഞു വെച്ചിരുന്നു. വേ മേരെ ഛൂട്ട് കോ ജാൻ ചുകേ ഥേ पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. वे मेरे झूठ को जान चुके थे. ഞാൻ എൻ്റെ കള്ളത്തെ, ഞാൻ പറഞ്ഞ ആ അസത്യത്തെ, ചൂട്ടുക്കോ ജാൻ ചുകേഥേ, അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം എൻ്റെ കള്ളം, ഞാൻ പറഞ്ഞ അസത്യം, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ലതുപോലെ ബോധ്യമായി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്താണ്? ജിസ് തരഹ് സേ മേനെ തുമേ ബഡാ കിയാ ഹെ, ഏത് തരത്തിലാണോ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്, ഉസ്മേ മുझसे कोई ഭാരി ചൂക്ക് ഹുയി ഹെ, അതിലെനിക്ക് ഒരു വലിയ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. മേനെ തുമേം സച്ച് ബോൾനെ കാ ആത്മവിശ്വാസ് നഹി ദിയാ ഹെ, ഞാൻ നിനക്ക് സത്യം പറയുവാനുള്ള ഒരു ആത്മവിശ്വാസം തന്നിട്ടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അബ് മേ ഘർ തക് കി 18 മീൽ കി ദൂരി പൈദൽ ചൽക്കർ ഹി തൈ കരുങ്ക. ഇപ്പോൾ ഞാൻ വീട് വരെ, ഘർ തക് കി 18 മീൽ, വീട് വരെയുള്ള 18 മൈൽ ദൂരം, പൈദൽ ചൽക്കർ കാൽനടയായി നടന്ന്, ഹി നിശ്ചയി കരുങ്ക, നടന്നു പോകുവാനായിട്ട് ഞാൻ നിശ്ചയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. ഇത് പറഞ്ഞുകൊണ്ട് ആ സൂട്ട് ബൂട്ട് പഹനെ, സൂട്ടും ബൂട്ടും എല്ലാം ധരിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് സൂട്ടും ബൂട്ടും ഒക്കെ ധരിച്ച് നിന്നിരുന്ന ആ അച്ഛൻ എന്ത് ചെയ്തു? അദ്ദേഹം കാൽനടയായിട്ട് സഞ്ചരിക്കുവാനായി തുടങ്ങി. പിതാജിനെ ചലന ശുരു കിയ, അച്ഛൻ നടക്കുവാൻ ആരംഭിച്ചു. അന്ധേര ഹോ ചുകാ ഥ, ഇരുട്ട് നല്ലതുപോലെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അവർ ജ്യാദാതർ രാസ്ത കച്ചാ ഥ, കൂടുതലും വഴിയും മോശമായിരുന്നു. എന്നുവെച്ചാൽ ഒരു പരിക്കൻ വഴിയായിരുന്നു. രാസ്ത എന്ന് വെച്ചാൽ വഴി, കച്ചാ ഥ അതൊരു പരിക്കനായിരുന്നു. എന്നാൽ വഴിയെല്ലാം മോശമായിരുന്നു. സഡക് സുൻസാൻ തി और वहां कोई रोशनी भी नहीं थी. റോഡാണെങ്കിലോ സുൻസാൻ തി, ശൂന്യമായിരുന്നു, ലോൺലി ആയിരുന്നു. സഡക് സുൻസാൻ തി और वहां कोई रोशनी भी नहीं थी. അവിടെയാണെങ്കിലോ യാതൊരു വെളിച്ചവും ഇല്ലായിരുന്നു. റോഷ്നി എന്ന് വെച്ചാൽ പ്രകാശം, ലൈറ്റ്. रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. ഞാൻ അച്ഛനെ ഒറ്റയ്ക്ക് വിടുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे छूट पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने
जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा. അപ്പോൾ അച്ഛനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അദ്ദേഹത്തിന് പോരാനായിട്ട് സാധിച്ചിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു 5.5 മണിക്കൂർ വരെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സാവധാനത്തിൽ ധീമി ഗതിസെ, സ്ലോലി, ധീമി എന്ന് പറഞ്ഞാൽ സ്ലോലി, പതുക്കെ സാവധാനത്തിൽ ഞാൻ വണ്ടി ഓടിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. എൻ്റെ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ എൻ്റെ അസത്യത്തിൽ അച്ഛൻ പ്രായച്ചിത്തം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा. ആ ദിവസം ഉസ് ദിൻ, ആ ദിവസം मैंने जीवन का एक अहम निर्णय लिया, ഞാൻ ജീവിതത്തിൽ നിർണായകമായൊരു തീരുമാനമെടുത്തു. मैं कभी भी, ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. मैं अक्सर इस घटना के बारे में सोचता हूँ, अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे यह घटना कल ही खड़ी हो. अहिंसा की यही शक्ति है. मैं अक्सर इस घटना के बारे में सोचता हूँ, ഞാൻ മിക്കപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അഗർ പിതാജീനെ മുझे അന്യ പാലകോं की तरह, ചിലപ്പോൾ എൻ്റെ അച്ഛൻ മറ്റ് പേരൻസിനെ പോലെ, മറ്റ് രക്ഷകർത്താക്കളെ പോലെ, അന്യ പാലകോं की तरह, മറ്റ് രക്ഷകർത്താക്കളെ പോലെ അല്ലെങ്കിൽ മറ്റ് പേരൻസിനെ പോലെ സജാ ദി ഹോത്തി ഥോ, ഒരു പണിഷ്മെന്റ്, ഒരു ശിക്ഷ എനിക്ക് തന്നിരുന്നുവെങ്കിൽ ക്യാ മേനെ കോയി സബക് സിഖാ ഹോത്ത, എന്താ ഞാനൊരു പാഠം പഠിക്കുമായിരുന്നോ? ശായത് നഹി, ഒട്ടുമില്ല. സജാ രഹ്നെ കെ ബാദ് ഭി മേ ശായത് ഝൂട്ട് ബോൾനെ കി അപ്പനി ആദത് നഹി ബദൽത്തി ഹോത്തി. ഒരു പണിഷ്മെന്റ്, സജാ രഹ്നെ കെ ബാദ്, ഒരു ശിക്ഷ കിട്ടിയതിന് ശേഷവും മേ ശായത്, ഞാൻ ഒരുപക്ഷെ ഝൂട്ട് ബോൾനേക്ക്, കള്ളം പറയുവാനുള്ള അപ്പനി ആദത്ത്, എൻ്റെ ആ സ്വന്തം ശീലം, നഹി ബദൽത്തി ഹോത്തി, ഒരിക്കലും മാറ്റുമായിരുന്നില്ല. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. परंतु എന്നാൽ ഈ അഹിംസാധിഷ്ഠിതമായ അഹിംസക് ഘടന, അഹിംസാധിഷ്ഠിതമായ ഈ സംഭവം, അഹിംസക് ഘടന ക മേര ഊപ്പർ, അത് എൻ്റെ മുകളിൽ, എൻ്റെ മേൽ ഒരു ബഹുത് ഗഹര അസർ ഹുവ, എൻ്റെ മേലൊരു വലിയൊരു സ്വാധീനം ചെലുത്തി ഈ സംഭവം. മുझे लगता है जैसे यह घटना कल ही ഖടി ഹോ, ഇതുപോലെ ഒരു സംഭവം ഇന്നലെ നടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അടുത്ത് സംഭവിച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അഹിംസാക്ക് യഹി ശക്തി ഹേ. അപ്പോൾ ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അഹിംസ തന്നെയാണ്. അഹിംസാക്ക് യഹി ശക്തി ഹേ, അഹിംസയുടെ ശക്തി ഇതാണ്. ഇതാണ് പിതാക്ക പ്രായച്ചിത്ത് എന്ന പാഠഭാഗം. ഇത് നന്നായിട്ട് എല്ലാവരും ഒന്നുകൂടെ വായിച്ചു നോക്കുക. വായിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഇത് മനസ്സിലാകും. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ഇതിനകത്ത് നിന്ന് വരുന്ന ചോദ്യോത്തരങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.